ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബഹുസ്വര രാഷ്ട്രീയത്തിന്റെ വഴിയിലൂടെ നടന്ന നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഏകാധിപത്യപരമായ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ കോൺഗ്രസ് എസിൽ നിന്നും പ്രവർത്തകരുടെ രാജി. ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മേയർ ഒ സദാശിവൻ. വിവിധ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ 5ാം സീസൺ. അനശ്വര സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ സ്മരണയിൽ കോഴിക്കോട്ട് സംഗീത ദൃശ്യ ശ്രാവ്യാവിഷ്കാരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബഹുസ്വര രാഷ്ട്രീയത്തിന്റെ വഴിയിലൂടെ നടന്ന നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ എന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം DCC ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ കെ കരുണാകരനെ പോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉണ്ടായിരുന്ന നേതാക്കൾ വിരളമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ലീഡറുടെ ചാണക്യതന്ത്രങ്ങളെ ശ്ലാഘിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ലീഡർ കോൺഗ്രസിന് രക്ഷകനായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ കെ കാമരാജിന് ശേഷം ദക്ഷിണേന്ത്യയിൽ രാഷ്ട്രീയ പ്രതിനിധികളുടെ പോലും ആദരം പിടിച്ചു പറ്റിക്കൊണ്ട് ഒരു നേതാവ് ശ്രീ കെ കരുണാകരനെ പോലെ വളർന്നു വലുതായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല. ആ ലീഡറുടെ പോരാട്ട വീര്യം, ആ ഫൈറ്റിംഗ് സ്പിരിറ്റ്, അതാണ് പുതിയ തലമുറയിലെ കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കേണ്ടത്, അത് പരിശീലിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാം തന്നെ ചിന്തിക്കണം കരുണാകരന്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ കുറിച്ച് പറയുമ്പോൾ നിർവചനങ്ങളിൽ ഒതുക്കിയെടുക്കാൻ സാധിക്കാത്ത ഒരു വിസ്മയമായിട്ടാണ് ഞാൻ കെ കരുണാകരനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്ലേശകരമായ ബാല്യ കൗമാരങ്ങളായിരുന്നു അദ്ദേഹം പിന്നിട്ടത്. വടകരയിൽ പ്രൈമറി സ്കൂൾ അദ്ദേഹം വിദ്യാർത്ഥിയാവും. അത് കഴിഞ്ഞ് കണ്ണൂരിലെ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായി. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് KC അബു, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, UDF ജില്ലാ ചെയർമാൻ K ബാലനാരായണൻ, KPCC അംഗങ്ങളായ K രാമചന്ദ്രൻ, KP ബാബു, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏകാധിപത്യപരമായി പെരുമാറുന്നുവെന്നാരോപിച്ച് ജില്ലയിൽ കോൺഗ്രസ് എസിൽ നിന്നും രാജി. ജില്ലയിലെ പ്രധാന ഭാരവാഹികളും ഒരു വിഭാഗം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റുമാരുമാണ് പാർട്ടി വിട്ടത്. ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞങ്ങളെ ജില്ലയിൽ നിന്നൊരു സ്റ്റാഫിലേക്ക് ഒരു ആൾ എന്നുള്ളത്. അത് സമ്മതിച്ചില്ല. ഇതുവരെ അയാൾ ഓക്കെ പറഞ്ഞാണ്, അതിൻ്റെ ആളുകൂടെ ഇരിക്കുന്നത് ഓക്കെ പറഞ്ഞാണ്, പക്ഷേ ഇതുവരെ വന്നില്ല. അതുപോലെ എന്ത് കാര്യങ്ങളും ഒരു പാർട്ടിക്ക് ഒരു മിനിസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ എന്തൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സ്വാഭാവിക സഹായം ഉണ്ടാവുമല്ലോ, അത് ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും ലഭിക്കാത്തൊരവസ്ഥ. അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു പ്രത്യേക വിഭാഗങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ച് ഇങ്ങനെ വിഭാഗ്യത ഉണ്ടാക്കിക്കൊണ്ട് അത് 2-3 നാളേ ഉള്ളൂ അതുപോലെ ഇങ്ങനെ അനാവശ്യമായിട്ട് കേന്ദ്ര സംസ്ഥാന ഭാരവാഹികളൊക്കെ ബന്ധപ്പെടുത്തി നമുക്കെതിരായിട്ട് പ്രവർത്തനം തുടങ്ങി. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾക്ക് വേറെ കാലമായി വിചാരിക്കുന്നു. ഇത് ജനറൽ സെക്രട്ടറിയാണ്, മറ്റൊരു ജനറൽ സെക്രട്ടറിയാണിത്, ഇവിടെ ട്രഷറാണ് ഇദ്ദേഹം, പിന്നെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്,
വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് നമ്മുടെ KPC മെമ്പറും അതുപോലൊപ്പം നോർത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്. പിന്നെ അവിടെ ലാസ്റ്റ് ഇരിക്കുന്ന സക്കറിയ നോർത്ത് സൗത്തിന്റെ ബ്ലോക്ക് പ്രസിഡന്റാണ്. നസീർ ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടെ മോഹൻദാസ് നമ്മുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഷബീർ ബേപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റാണ്. ഇങ്ങനെ ഏറെക്കുറെ നമ്മൾ മുഴുവൻ തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കിലെയും ആളുകൾ മുഴുവനും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മേയർ ഒ സദാശിവൻ കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടത്തിൽ പാരിസ്ഥിതികം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. കണ്ടൽ മരങ്ങളുടെ തൈ നട്ടുപിടിപ്പിച്ചും സരോവരം ബയോ പാർക്ക് പരിസരം ശുചീകരിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തിയുമാണ് പാരിസ്ഥിതികം പരിപാടി നടത്തിയത്. സരോവരം ബയോ പാർക്കിൽ നടന്ന ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മേയർ പറഞ്ഞു. നഗരത്തിലെ പട്ടണ പ്രദേശങ്ങളിലെ തിരക്കിലേക്കും ആഡംബരത്തിലേക്കും അല്ല മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. ഇത്തരം ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഏതാണോ അവിടെ പോയി അല്പസമയം ചെലവഴിച്ചാൽ കിട്ടുന്ന മാനസികമായ ഒരു സുഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ വലുതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് കഴിയണം. ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ നമുക്ക് കഴിയണം. സംസ്ഥാന സർക്കാർ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പിന്തുണയോടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെയും CWRDMന്റെയും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെയും സാങ്കേതിക സഹകരണത്തോടെ ദർശനം സാംസ്കാരിക വേദിയാണ് കോട്ടൂളി തണ്ണീർത്തടം ആവാസ വ്യവസ്ഥ ഹൃദയ സരസ് പാരിസ്ഥിതികം സംഘടിപ്പിച്ചത്. ദർശനം പ്രസിഡന്റ് P. സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ, കോർപ്പറേഷൻ കൗൺസിലർ പ്രജിത രാജീവ്, MA ജോൺസൺ, VP ശ്യാംകുമാർ, ഡോക്ടർ മിഥുൻ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ദർശനം പ്രവർത്തകരായ P. ജസിലുദ്ദീൻ, MN രാജേശ്വരി, TK സുനിൽകുമാർ, ഡഗ്ലസ് ഡിസിൽവ, കോട്ടൂളി തണ്ണീർത്തട സംരക്ഷണ സമിതി കൺവീനർ A. സത്യനാഥൻ, പാലാട്ട് റെസിഡൻഷ്യൽ കമ്മിറ്റി പ്രസിഡന്റ് PJ മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ സംഘടിപ്പിച്ച സംസ്ഥാന ടീച്ചേഴ്സ് ആർട്സ് ഫെസ്റ്റ് സമാപിച്ചു. കാസർഗോഡ് ചീമേനി ടീച്ചേഴ്സ് അക്കാദമി ജേതാക്കളായി. 2 ദിവസങ്ങളിലായി കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ സംസ്ഥാന ടീച്ചേഴ്സ് ആർട്സ് ഫെസ്റ്റിന് സമാപനം. 460 പോയിന്റുമായി കാസർഗോഡ് ചീമേനി ടീച്ചേഴ്സ് അക്കാദമി 1ാം സ്ഥാനത്തെത്തി. 410 പോയിന്റുമായി IMTTA കൊടുങ്ങല്ലൂർ 2ാം സ്ഥാനത്തും 350 പോയിന്റുമായി വടകര അക്കാദമി ഓഫ് മോണ്ടിസോറി 3ാം സ്ഥാനത്തുമെത്തി. ഫെസ്റ്റിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ജേതാക്കൾക്കുള്ള സമ്മാന വിതരണവും സിനിമാ താരം നാദിറ മഹ്റിൻ നിർവഹിച്ചു. തന്റെ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാറില്ലെന്ന് അവർ പറഞ്ഞു. എന്റെ രാഷ്ട്രീയത്തോട് ഞാൻ ഒരിക്കലും നിങ്ങളെ അടിച്ചമർത്താറില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്റെ പൊളിറ്റിക്സ് പറയാം, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാമെന്നാണ് ഒരു നിലപാടാണ് ഞാൻ പലപ്പോഴും സ്വീകരിക്കുന്നത്. അതാണ് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി സ്വീകാര്യത ലഭിക്കുന്നത്. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ K. സതീശൻ അധ്യക്ഷനായിരുന്നു. ചെയർമാൻ പ്രതാപ് മൊണാലിസ, കലാ സംവിധായിക അമ്പിളി, പ്രൊഡക്ഷൻ കൺട്രോളർ ഫാസിൽ, KR രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും 800ഓളം ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികളാണ് മത്സരിക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party, party.
ഐസ്ക്രീം ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പങ്കാളിത്തം കൊണ്ടും സാഹസികത കൊണ്ടും ശ്രദ്ധേയമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിന്റെ 3ാം ദിനം നടന്ന കയാക്കിംഗ് മത്സരം. ചാലിയാറിലെ ഓളങ്ങളിൽ സിറ്റ് ഓൺ ടോപ്പ് വിഭാഗം കയാക്കുകൾ കുതിച്ചതിനൊപ്പം കരയിൽ കൈയടിച്ച് കാണികൾ പ്രോത്സാഹനം നൽകി. ആകെ 67 കയാക്കർമാരാണ് വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരച്ചത്. കേരളത്തിൽ നിന്നുള്ള കയാക്കർമാർക്കൊപ്പം ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഒഡീഷ സ്വദേശികളും പങ്കെടുത്തു. പുരുഷ സിംഗിൾസ് 1ാം സ്ഥാനം അൽഫി ഡോൺബി, 2ാം സ്ഥാനം S സൂരജ്, 3ാം സ്ഥാനം K ഇബ്രാഹിം എന്നിവരും, വനിതാ സിംഗിൾസിൽ 1ാം സ്ഥാനം E സ്വാലിഹ, 2ാം സ്ഥാനം ഷീബ മോൾ, 3ാം സ്ഥാനം ജാസ്മിൻ എന്നിവരും നേടി. പുരുഷ ഡബിൾസ്, വനിതാ ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നവ്യാനുഭവമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ചാലിയാറിൽ നടന്ന ഡ്രാഗൺ ബോട്ട് റേസ്. രാജ്യാന്തര ജല കായിക ഇനമായ ഡ്രാഗൺ ബോട്ട് റേസ് ആദ്യമായാണ് ബേപ്പൂർ ഫെസ്റ്റിന്റെ ഭാഗമാകുന്നത്. ഡ്രാഗൺ ബോട്ട് മത്സരം മലബാറിലെത്തുന്നത് ഇതാദ്യമായാണ്. താളത്തിനൊത്ത് മുന്നേറിയ ബോട്ടുകൾ ബ്രേക്ക് വാട്ടറിന് സമീപം അണിനിരന്നത് വള്ളം കളി കാണികൾക്ക് ആവേശകരമായ അനുഭവമായി. മത്സരത്തിൽ 8 ടീമുകളാണ് പങ്കെടുത്തത്. ഓരോ ബോട്ടിലും 11 വീതം തുഴച്ചിലുകാർ പങ്കെടുത്തു. നീളം കൂടിയ ഇരുവശത്തും ചിറകുകളുള്ള പ്രത്യേക ബോട്ടാണ് ഡ്രാഗൺ ബോട്ട്. ബോട്ടിന്റെ മുന്നിൽ വ്യാളിയുടെ തലയും പിന്നിൽ വാലും അലങ്കാരമായി ഉണ്ടാകും. ബോട്ട് റേസിന്റെ ഉദ്ഘാടനം KTIL ചെയർമാൻ SK സജീഷ് നിർവഹിച്ചു. DTPC സെക്രട്ടറി ഡോക്ടർ T നിഖിൽദാസ്, ഫെസ്റ്റ് മീഡിയ കമ്മിറ്റി ചെയർമാൻ സനോജ് കുമാർ, അഡ്വഞ്ചർ ടൂറിസം CEO ബിനു കുര്യാക്കോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മത്സരത്തിൽ AKG പോടൻ തുരുത്തി നീലേശ്വരം 1ാം സ്ഥാനവും അഴീക്കോടൻ അച്ചൻ തുരുത്ത് കാസർഗോഡ്, VVMA SC കാരിയിൽ ചെറുവത്തൂർ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളും നേടി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് 5ാം പതിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാരത്തോൺ മത്സരം. ചാലിയം ഓഷ്യാനസ് പരിസരത്ത് നടന്ന മത്സരം KM സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്തു. ചാലിയം ഓഷ്യാനസ് പരിസരത്ത് നിന്നും രാവിലെ ആരംഭിച്ച മാരത്തൺ 13 കിലോമീറ്റർ പിന്നിട്ട് ബേപ്പൂർ മറീന ബീച്ചിലാണ് അവസാനിച്ചത്. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 500ഓളം പേർ പങ്കെടുത്തു. പുരുഷ വിഭാഗത്തിൽ KK വിഷ്ണു 1ാം സ്ഥാനവും MP നബീൽ സാഹി 2ാം സ്ഥാനവും ജോർജ് മാത്യു 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ G ജിൻസി 1ാം സ്ഥാനവും N പൗർണമി 2ാം സ്ഥാനവും നസ്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 7,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയുമാണ് സമ്മാനത്തുക. ആദ്യം ഫിനിഷ് ചെയ്യുന്ന 5 വനിതകൾക്കും 5 പുരുഷന്മാർക്കും 1,000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും നൽകി. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായ മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ EK കിഷോർ കുമാർ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ 3ാം ദിനം നടന്ന ചൂണ്ടയിടൽ മത്സരത്തിൽ മീനും സമ്മാനങ്ങളും വാരിക്കൂട്ടി മത്സരാർത്ഥികൾ. ബേപ്പൂർ പുലിമുട്ടിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ നിന്നുമായി 85 മത്സരാർത്ഥികൾ പങ്കെടുത്തു.
ബേപ്പൂരിന്റെ തീരദേശ സംസ്കാരവും മത്സ്യബന്ധനത്തിലെ കായികക്ഷമതയും ഒരുപോലെ പ്രകടമാക്കുന്നതായിരുന്നു പരമ്പരാഗത മത്സ്യബന്ധന കഴിവുകളും ആധുനിക ആംഗ്ലിംഗ് രീതികളും പ്രയോഗിച്ച് നടന്ന ചൂണ്ടയിടൽ മത്സരം. 2 മണിക്കൂർ സമയത്തിനുള്ളിൽ 1430 ഗ്രാം തൂക്കമുള്ള മത്സ്യം പിടിച്ച മലപ്പുറം കാവന്നൂർ സ്വദേശി KC ഷിഹാബ് 1ാം സ്ഥാനം നേടി. 1090 ഗ്രാം മത്സ്യം പിടിച്ച M അലി 2ാം സ്ഥാനത്തിനും 1035 ഗ്രാം മത്സ്യം കിട്ടിയ K നൌഫൽ 3ാം സ്ഥാനത്തിനും അർഹനായി. 10,000 രൂപ, 5,000 രൂപ, 3,000 രൂപ എന്നിങ്ങനെയാണ് സമ്മാനത്തുക. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന് കീഴിൽ ഇനിയും ഒഴുകും മാനവ സൗഹൃദത്തിന് ജീവവാഹിനിയായി എന്ന പ്രമേയത്തിലുള്ള സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കോഴിക്കോട് സിറ്റി ക്ലസ്റ്റർ തല ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. അറിവും മൂല്യങ്ങളും ഒരുപോലെ വളർത്തുന്ന വിദ്യാലയങ്ങൾ സമൂഹത്തിന്റെ ആത്മാവാണ്. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ തിരുവണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. ഹിമായത്തുൽ ഇസ്ലാം HSS PTA പ്രസിഡന്റ് നൌഷാദ് KP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹിമായത്തുൽ ഇസ്ലാം HSS മാനേജർ PKV അബ്ദുൽ അസീസ് ക്യാമ്പ് അംഗങ്ങൾക്കുള്ള ബാഡ്ജ് വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ തിരുവണ്ണൂർ GUP സ്കൂൾ HM രമാദേവി, PTA വൈസ് പ്രസിഡന്റ് റാസിഖ് TP, MPTA പ്രസിഡന്റ് റൈഹാനത്ത്, ട്രഷറർ നാസിം ബക്കർ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു D തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും സീനിയർ സിറ്റിസൺ ഫോറം പ്രതിനിധികളും പങ്കെടുത്തു. 7 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ സാമൂഹിക സേവനം, വ്യക്തിത്വ വികസനം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പ്രവർത്തനങ്ങളും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KNM കല്ലായി മണ്ഡലം സർഗമേള സമാപിച്ചു. കണ്ണഞ്ചേരി റഫീഖുൽ ഇസ്ലാം മദ്രസ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. കപ്പക്കൽ സലഫി മദ്രസ 2ാം സ്ഥാനവും കല്ലായി DSR മദ്രസ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. KNM കല്ലായി മണ്ഡലം സർഗമേള പന്നിയങ്കര ഇസ്ലാഹിയ സ്കൂളിൽ 2 ദിവസങ്ങളിലായാണ് നടന്നത്. മണ്ഡലത്തിലെ വിവിധ മദ്രസകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ കൗൺസിലർ കാളക്കണ്ടി ബൈജു സർഗമേള ഉദ്ഘാടനം ചെയ്തു. KNM കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് C മരക്കാരുട്ടി, PN അബ്ദുറഹിമാൻ, മുഹമ്മദ് ബറാമി, അബ്ദുൽ നാസർ കല്ലായി, ഷജീർ ഖാൻ വയ്യാനം തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അനശ്വര സംഗീതകാരൻ MS ബാബുരാജിന്റെ സ്മരണയിൽ സംഗീത ദൃശ്യ ശ്രാവ്യാവിഷ്കാരം. യൂക്ക് ദി കൾച്ചറൽ ടീം 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അകലെ താരാപഥങ്ങളിൽ എന്ന പരിപാടി നടത്തിയത്. ഒരു സംഘടന എന്ന നിലയിൽ യൂക്ക് ദി കൾച്ചറൽ ടീം പ്രവർത്തിച്ചു വരികയാണ്. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി യൂക്ക് ദി കൾച്ചറൽ ടീമാണ് ജൂബിലി ഹാളിൽ അകലെ താരാപഥങ്ങളിൽ എന്ന സംഗീത നൃത്തശില്പം അവതരിപ്പിച്ചത്. വർത്തമാനകാലവും ഭൂതകാലവും ഇടകലർന്നു വരുന്ന സംഗീത ശില്പത്തിന് മേമ്പൊടിയായി ബാബുക്ക ഈണമിട്ട അനശ്വര ഗാനങ്ങളും ഉണ്ടായിരുന്നു. പ്രണയമ
ബാബുരാജിന്റെ വേഷം അവതരിപ്പിച്ച രാജീവ് ബേപ്പൂരിന്റെ പ്രകടനം ശ്രദ്ധേയമായി. ബാബുരാജിന്റെ മകൻ ജബ്ബാർ ബാബുരാജ്, KPA ലത്തീഫ്, ഗംഗാധരൻ അയടത്തിൽ, രവിശങ്കർ, മഹേഷ്, ഉണ്ണികൃഷ്ണൻ കിടങ്ങത്ത, അഖിലേഷ് മക്കട, TK ജോഷി, ബൈജുലാൽ പണിക്കർ, ഡോക്ടർ സുനിൽ കുമാർ, UT സുരേഷ്, ചിത്രഭാനു നെല്ലിക്കോട്, ഷിജു കുന്നമംഗലം, സച്ചിൻ മരക്കാത്ത, ഏകലവ്യൻ S കൃഷ്ണൻ, രത്നമണി നെടിയിരുപ്പിൽ, ഷീബ ചിറമ്മൽ, ആഷില ചിത്രവാലത്ത്, ഷൈനി ദേവസ്യ, ബാൻസുരി തുടങ്ങിയവർ വേഷമിട്ടു. ഇവിടെ വന്ന് നിങ്ങളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാബുക്കയെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ലല്ലോ പറയാതിരിക്കില്ല. നാടകത്തിന്റെ ക്ലബ് ഇപ്പൊ ബാബുക്കയെ കുറിച്ചുള്ള ഒരു നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ TK ഗംഗാധരൻ രചനയും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് ജയപ്രകാശ് കാര്യാൽ സംവിധാനവും നിർവഹിച്ചു. സംഗീത സംവിധാനം വിജയൻ കോവൂരും, നൃത്ത സംവിധാനം വിനോദ് കാവിലും, രംഗപടം വിജയരാഘവനും, ദീപവിധാനം ഛന്ദസ്സുമാണ് നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബഹുസ്വര രാഷ്ട്രീയത്തിന്റെ വഴിയിലൂടെ നടന്ന നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഏകാധിപത്യപരമായ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ കോൺഗ്രസ് എസിൽ നിന്നും പ്രവർത്തകരുടെ രാജി. ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മേയർ O സദാശിവൻ. വിവിധ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ 5ാം സീസൺ. അനശ്വര സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ സ്മരണയിൽ കോഴിക്കോട്ട് സംഗീത ദൃശ്യ ശ്രാവ്യാവിഷ്കാരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chamanur International Jewelers.